ഹായ്, ഇന്നൊരു പുതിയൊരു ഡിഷാണ്. കാരണം പനീർ പനീർ എന്ന് പറയുന്നത് പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന ഉൽപ്പന്നമാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇത് അധികം വിപുലമല്ലെങ്കിലും നോർത്ത് ഇന്ത്യയിൽ അവരുടെ ഒരു സാധാരണ നല്ല വളരെ ഇതായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് ഇന്നിടാൻ കാലത്ത് പാല് കറക്കുന്ന വീട്ടിൽ പോലും പനീർ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാരണത്താണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. പനീർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടത്? ഞാൻ ഇന്നിപ്പോൾ 2 ലിറ്റർ പാലാണ് മേടിച്ചിരിക്കുന്നത്. 2 ലിറ്റർ പാല് അത് അടപ്പത്ത് വെച്ച് നമ്മൾ തിളപ്പിച്ചെടുക്കണം. നന്നായി തിളയ്ക്കണം. അപ്പോൾ ഈ പാല് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് കരിയരുത്, അടി കരിയരുത്. അതുകൊണ്ട് അടി കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന പനീറിന് കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇളക്കി പാല് തിളപ്പിക്കണം. പിന്നെ അത് കൂടാതെ ഈ പനീർ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് വേണ്ടത് നമുക്കിത് ചെറുനാരങ്ങ. ഈ ചെറുനാരങ്ങ പിഴിഞ്ഞ് അരിച്ചെടുക്കണം, നീര് മാത്രം. അല്ലെങ്കിൽ ഇത് സിന്തറ്റിക് വിനാഗിരിയുണ്ട്, ഇത് കള്ളിൽ നിന്നുണ്ടാക്കിയ വിനാഗിരിയാണ്. അതാണ് നിറവ്യത്യാസം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഐറ്റംസ് ഏതെങ്കിലും ഒന്ന് മതി. അപ്പോൾ നമ്മുടെ ഇന്ന് പാല് ശ്രദ്ധിക്കണം. കാരണം ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതെ. കട്ടിയുള്ള പാത്രത്തിലാകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഏതെങ്കിലും കാരണവശാൽ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പാലിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും നമുക്ക്. അപ്പോൾ കരിയാതെ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കരിയാതെ നോക്കുക. അപ്പോൾ ഏകദേശം പാല് തിളയ്ക്കാറുള്ള പരുവമായിട്ടുണ്ട്. അപ്പോൾ പാല് നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. നോക്ക്, ഇതുപോലെ പാല് തിളയ്ക്കണം കേട്ടോ. നന്നായി തിളയ്ക്കണം. നന്നായി. അപ്പോൾ തിളച്ചതിന് ശേഷം ഇന്നിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ചെറുനാരങ്ങയാണ് കേട്ടോ. ചെറുനാരങ്ങ, അതായത് ചെറുനാരങ്ങ നന്നായി പിഴിഞ്ഞതിന് ശേഷം അരിച്ചെടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ അല്ലിയൊന്നും കിടക്കാൻ പാടില്ല. അതെ, കേട്ടോ. പാല് തിളയ്ക്കുന്നുണ്ടോ, ഇതുപോലെ തിളയ്ക്കുന്ന ആ പാലിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിക്കുകയാണ് കേട്ടോ. ഞാനൊരു 3 ചെറുനാരങ്ങയാണ് എടുത്തത്. അപ്പോൾ ചെറുനാരങ്ങ നീര് ഒഴിച്ച് ഞാൻ ഇനി ഇളക്കുകയാണ്. ഇളക്കി ഈ പാല് പിരിയാണ്. അതെ, കണ്ടോ എത്ര പെട്ടെന്ന് പിരിഞ്ഞെന്ന് നോക്കിയേ. കണ്ടോ. അപ്പോൾ കുറച്ചും കൂടി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് പാലും വെള്ളവും ഇത് പിരിഞ്ഞ പാലും വെള്ളം മാറിയിരിക്കുന്നുണ്ടോ? ഇതുണ്ടോ? നോക്കി ഇപ്പോൾ തിളയ്ക്കുമ്പോൾ കണ്ടോ നോക്കി. കണ്ടോ, ഈ രൂപത്തിലാക്കി എടുക്കണം. കണ്ടില്ലേ, പാല് പിരിഞ്ഞു. കണ്ടോ, വെള്ളവും പാലും വേറെ വേറെ ആയില്ലേ. കണ്ടില്ലേ. ഇതിന് ശേഷം ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തുണി, ഒരു നല്ലൊരു തോർത്തുമുണ്ട്, തോർത്തുമുണ്ടിലോട്ട് എടുത്ത് ഇതങ്ങ് അരിക്കണം കേട്ടോ. കേട്ടോ, പാല് പിരിഞ്ഞ് ഈ പരുവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അരിക്കുകയാണ് കേട്ടോ. ഒരു തോർത്തുമുണ്ട് എടുക്കുക, അതൊരു പാത്രത്തിലേക്ക് വെക്കുക. എന്നിട്ട് വളരെ സൂക്ഷിക്കണം, ചൂടുണ്ട്. എന്നിട്ട് ഈ പാല് ഇതിനകത്തേക്ക് ഒഴിക്കുക. ഈ പിരിഞ്ഞ പാലില്ലേ, ഇതിലേക്ക് ഒഴിക്കുക. ഇങ്ങനെ കേട്ടോ, ഒഴിച്ചു. എന്നിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ അങ്ങോട്ട് പൊക്കിയെടുക്കണം. പാത്രം ഒരല്പം വലിയ പാത്രം എടുത്താൽ നന്നായിരിക്കും കേട്ടോ. ഇങ്ങനെ പൊക്കിയെടുത്ത് കണ്ടോ. അപ്പോൾ ആ പാല് പിരിഞ്ഞ വെള്ളം അങ്ങ് നഷ്ടമായി. പിന്നെ ഇതിപ്പോൾ നമ്മൾ പിരിഞ്ഞ ഇതാണ് നമ്മുടെ ഇതൊരു പണി ചെയ്യണം. ഒരു പച്ചവെള്ളത്തിൽ അത് എടുത്തിട്ട് ഇതിനകത്ത് നിന്ന് കഴുകണം. ഇങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്തുള്ള ആ പുളിപ്പ്, അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ ഒഴിച്ചാണല്ലോ ഇത് പിരിച്ചേ. അപ്പോൾ ഇതിനകത്ത് ആ പുളിപ്പിൻ്റെ അംശം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇങ്ങനെ പുളിപ്പ്. അപ്പോൾ ഇങ്ങനെ 2 പ്രാവശ്യം കഴിയുമ്പോൾ 2 കാര്യമുണ്ട്. ചൂടും കുറയും, ഇതിന് പുളിപ്പും പോവും. അപ്പോൾ നമുക്ക് പിഴിയാൻ എളുപ്പമാണ്. അപ്പോൾ ഇതിങ്ങനെ പിഴിയണം. പിഴിഞ്ഞ് ഇതിലെ വെള്ളം എല്ലാം കളയണം. ഉണ്ടോ, ചൂടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നന്നായി പച്ചവെള്ളത്തിനകത്ത് വേണമെങ്കിൽ ചൂട് മാറി കിട്ടും. അപ്പോൾ ഈ വെള്ളം എല്ലാം ഇങ്ങനെ കളഞ്ഞതിന് ശേഷം ഈ
ഇതിനകത്ത് ഉള്ള വെള്ളമയം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വെച്ചതിന് ശേഷം ഇവിടെ നിങ്ങൾ വെള്ളം പുറത്തേക്ക് പോകാത്ത രീതിയിൽ വയ്ക്കുക. എന്നിട്ട് ഇതിനകത്ത് ഒരു വെയിറ്റ് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇത് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റ് കയറ്റി വയ്ക്കണം. കുറച്ച് ഞെക്കി കൊടുക്കുക. ഈ വെയിറ്റ് ഇതിൽ പുറത്ത് നിന്നോട്ടെ. അത് നിങ്ങൾ കുറച്ചും കൂടെ കൂടുതൽ വെയിറ്റ് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. കാരണം എല്ലാ വെള്ളം പോയി ക്ലിയർ ആയിക്കോളും. അപ്പോൾ നമ്മൾ വെള്ളം എല്ലാം കളഞ്ഞ് ഉണ്ടോ. ഇനിയിപ്പോൾ ഇതിനകത്ത് വെള്ളം അതാണ്. ഇനി എടുത്ത് നമുക്ക് ഏത് ഷേപ്പിലാണ് വേണമെന്ന് വെച്ചാൽ അതുള്ള പാത്രത്തിൽ എടുക്കണം കേട്ടോ. ഇത് കേട്ടില്ലേ? ഇത് കണ്ടോ, ഒരു റബ്ബർ ഷീറ്റിൻ്റെ പോലെയൊക്കെ ഉണ്ട് അല്ലേ. എന്നിട്ട് ഇതുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ പാത്രത്തിനകത്ത് വെച്ചു. എന്നിട്ട് നമ്മളിത് കൈ കൊണ്ടോ ഇപ്പോൾ കൈ കൊണ്ട് തന്നെ കൊടുക്കാം. ഇതേ ഇങ്ങനെ സ്ക്വയറായി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് ഇതുണ്ടല്ലേ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച് തണുത്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോൾ അല്പം ചൂടുണ്ട്. ഞാൻ പെട്ടെന്ന് എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞ ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. ഞാനിത് പെട്ടെന്ന് എടുത്താണ്. അപ്പോൾ ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇത് നമുക്ക് കുക്ക് ചെയ്യാം. ഇത് മട്ടർ പനീർ, ആലു പനീർ, ഉരുളൻകിഴങ്ങ് എല്ലാം കൂട്ടിയിട്ട് നമുക്കിത് കുക്ക് ചെയ്യാൻ സാധിക്കും. മട്ടർ പനീർ, മറ്റേ ആലു, അതായത് ഉരുളൻകിഴങ്ങ്, തക്കാളി ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഫ്രിഡ്ജായിട്ട് വയ്ക്കാൻ പോവാണ്. 2-3 മണിക്കൂറിന് ശേഷം നമുക്കെടുത്തത് പാചകം ചെയ്യാം. ഓക്കെ.